കഴിഞ്ഞ 2-3 ദിവസമായി, കഴിഞ്ഞ ഒരാഴ്ച കാലമായി തയ്യാറെടുപ്പ് നടക്കുന്നു. പക്ഷേ 3-4 ദിവസമായി വളരെ നിശബ്ദമായ ഒരു വിപ്ലവം, ഒരു മാറ്റം തിരുവനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മേയർ വി രാജേഷാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് എന്തുകൊണ്ടും അദ്ദേഹത്തിന് അതിന് 100% കൈയടി കൊടുത്തേ കഴിയുള്ളൂ. മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തും കേരളത്തിൽ ഇതുപോലെ എത്രയോ മേയർമാർ വന്നു, എത്രയോ പഞ്ചായത്തിന് പ്രസിഡന്റുമാർ വന്നു, എത്രയോ ഭരണാധികാരികൾ വന്നു പോകുന്നു. പക്ഷേ അനധികൃതമായി നടക്കുന്ന, അശാസ്ത്രീയമായി നടക്കുന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പാളയം കണ്ണിമേറ മാർക്കറ്റിലെ അനധികൃതമായ എല്ലാ നിർമ്മാണങ്ങളെയും യാതൊരു ദാക്ഷിണ്യവും കൂടാതെ പൊളിച്ചു മാറ്റുന്നതിൽ രാജേഷ് വലിയ തോതിലാണ് വിജയിച്ചത്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. രണ്ടാമത്തതാണ് ഹോട്ടലുകൾ. തിരുവനന്തപുരത്തെ പ്രമുഖമായ ഹോട്ടലുകൾ നിങ്ങൾ മനസ്സിലാക്കുക. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ടെക്കികൾ ഒരുപാട് ജോലി ചെയ്യുന്ന നഗരമാണ്. കോളേജുകൾ ധാരാളമുള്ള നഗരമാണ്. പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും തൊഴിലിനും വേണ്ടി ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ വന്ന് താമസിക്കുന്ന, പേയിങ് ഗസ്റ്റായിട്ടും പിന്നെ വീടുകളിലുമൊക്കെ വന്ന് താമസിക്കുന്ന കാലമാണ്. അവിടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ, ന്യൂജൻ ഇസഡ് ജൻ കുട്ടികളൊക്കെ പുറത്തിറങ്ങി വ്യാപകമായി ഭക്ഷണം കഴിക്കുന്ന കാലമാണ്. അപ്പോഴാണ് 50-ലധികം സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, 1, 2, 3, 5 ഒന്നുമല്ല, 50-ലധികം ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി. ആ 50 ഹോട്ടലുകളിൽ വലിയ തോതിലാണ് പഴകിയ ഭക്ഷണം, എത്രയോ ദിവസങ്ങൾ പഴകിയ ചിക്കനൊക്കെയാണ് കൊണ്ടുവന്ന് കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ കുഴിമന്തി പോലുള്ള അത്തരത്തിലുള്ള അറേബ്യൻ ഫുഡ്സ് മുഴുവൻ ഉണ്ടാക്കുന്ന ചിക്കൻ എത്രയോ ദിവസം പഴക്കമുള്ളതാണ്. ഫ്രീസറിൽ വെച്ച് അത് പുഴുവരിച്ച് അതിൻ്റെ കാലാവധി കഴിഞ്ഞ സാധനമാണ്. നമ്മൾ സാധാരണ 1-2 ദിവസമൊക്കെ ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ വെച്ച് പലരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇത് മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഫ്രീസറിൽ വെച്ച പഴകിയ ആഹാരങ്ങൾ വീണ്ടും ചൂടാക്കി മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നു. വാങ്ങിക്കഴിക്കുന്നവർക്ക് പരാതി പറയാനും കഴിയില്ല. വേണമെങ്കിൽ അവർ കഴിക്കും, വേണ്ടെങ്കിൽ അവർ കൊണ്ട് വേസ്റ്റ് ബോക്സിൽ തള്ളും, എന്നിട്ട് അല്ലെങ്കിൽ എണീറ്റ് പോകും, പൈസ കൊടുക്കും. അങ്ങനെ ആളുകൾ പ്രതികരിക്കാത്ത, മാന്യമായി ജീവിക്കുന്ന, മാന്യന്മാരായതുകൊണ്ട് ഹോട്ടലിൽ കയറി ഭക്ഷണം മോശമായി, സാമ്പാർ മോശമായെന്ന് പറഞ്ഞാൽ ആരും ബഹളം ഉണ്ടാക്കാറില്ല. അത് മാന്യമായിട്ട് പൈസ കൊടുത്തിട്ട് പോകുമെന്നുള്ളതാണ്. ഈ ഒരു ഗ്യാപ്പ് വെച്ചുകൊണ്ടാണ് ഈ ഹോട്ടൽ നടത്തുന്നവർ ഇതിനെ നന്നായി മുതലാക്കുന്നത്. അതുപോലെ തന്നെ തട്ടുകടകൾ കൃത്യമായി ഒന്ന് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തട്ടുകടകളൊന്നും പൊളിച്ചു കളയണമെന്നോ അല്ലെങ്കിൽ അവിടെ അനുവദിക്കരുതെന്നുള്ള യാതൊരു അഭിപ്രായമില്ല. കാരണം നമ്മളുമൊക്കെ ധാരാളമായി തട്ടുകടകളിൽ നിന്ന് നന്നായി ഫ്രഷായ ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നവരാണ്. ഫ്രഷായിട്ട് ഉണ്ടാക്കി തരുന്നുമുണ്ട്. പക്ഷേ മറ്റ് ഹൈജീൻ അവിടെ വളരെ പ്രധാനമാണ്. അപ്പോൾ തട്ടുകടകളുടെ ഹൈജീനും ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തി, ഒരു ഫുഡ് ഓഡിറ്റ് നടത്തി അതൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഹോട്ടലുകളിൽ നടക്കുന്ന റെയ്ഡ്. ഹോട്ടലുകളിലെ യൂണിഫോം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എടുക്കണം. പല ഹോട്ടലുകളിലും നല്ല യൂണിഫോം ഇട്ടാണ് കൊടുക്കുന്നത്. ഹോട്ടലുകൾ യൂണിഫോം ഒരു ഘടകമാക്കി എടുക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു ബുക്ക്, ഡയറി എല്ലാ ഹോട്ടലുകളിലും വയ്ക്കാൻ വി രാജേഷ് മേയർ തയ്യാറാകണം. അതിനകത്ത് കൃത്യമായി ജനങ്ങൾക്ക് അഭിപ്രായം എഴുതാനുള്ള കോളം ഉണ്ടാകണം. ഇടതുവശത്ത് ജനങ്ങൾ അഭിപ്രായം എഴുതട്ടെ, വലതുവശം എന്ന് പറയുന്നത് ഇൻസ്പെക്ടേഴ്സ് നോട്ടാണ്. അതായത് HIമാരുടെ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നോട്ട് എഴുതുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി ഹോട്ടലുകൾ വീതിച്ചു കൊടുത്തിരുന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അവിടെ പോയി അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അത് ഒരു ശീലമാക്കണം. ആരും നല്ല ഫുഡാണോ എന്ന് അറിയാനാണ്. അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഒരാഴ്ചക്കാലം ആളുകൾ എഴുതിയിരിക്കുന്ന കമൻറ്റ് എന്ത് എന്ന് അറിയണം. എല്ലാ ഹോട്ടലുകളിലും ഈ കമൻറ്റ് ബുക്സ് കോമൺ ആയി പ്രദർശിപ്പിക്കുകയും വേണം. അതിനകത്ത് ആളുകൾ പേരെഴുതിയോ പേരെഴുതാതെയോ നമ്പറിട്ടോ അവരുടെ ഇഷ്ടമുള്ള കമൻറ്റുകൾ അവർ എഴുതട്ടെ. ആ കമൻറ്റുകൾ കൃത്യമായി അല്ലെങ്കിൽ ഒരു സ്കാനർ വെച്ചാൽ ആ സ്കാനറിൽ സ്കാൻ ചെയ്താൽ കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗത്തിൽ ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള പരാതി കിട്ടുന്ന പരാതികൾ കൃത്യമായി 2 രീതിയിൽ, 1 ബുക്ക് വയ്ക്കുക സജഷൻ എഴുതാൻ, 2 സ്കാനർ വഴി ഈ കൃത്യമായി കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗത്തിൽ ഇതിനെ സംബന്ധിക്കുന്ന വിവരം കിട്ടുകയും അവർ 24 hours അവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്ന അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം, തിരുവനന്തപുരം ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം, ഫുഡ് ഹെൽത്തിൻ്റെ സിസ്റ്റം കൊണ്ടുവരാൻ പുതിയൊരു പ്രോജക്റ്റ് എടുക്കണം. പ്രിയപ്പെട്ട ഈ മേയർ, ഞാൻ മേയറിനോടാണ് ഇത് പറയുന്നത്. വളരെ കൃത്യമായി മേയർ ഏറ്റെടുക്കണം. തിരുവനന്തപുരം ഹെൽത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ
അല്ല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ഇത് ആലോചിക്കേണ്ടതാണ്. കൃത്യമായി എല്ലാ ഹോട്ടലും, ഞാനിത് ദുബായിൽ പോയി കണ്ടിട്ടുള്ളതാണ്, എല്ലാ ചെറിയ തട്ടുകടയിൽ വരെ, വളരെ ചെറിയ പെട്ടിക്കടയിൽ വരെ സ്കാനറുമുണ്ട്, ബുക്കുമുണ്ട്. ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ മൊബൈൽ ആപ്പ് വഴി നമ്മുടെ പരാതി എവിടെ എത്തിക്കാൻ പറ്റും? ഹെൽത്ത് വിഭാഗത്തിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ ഹെൽത്ത് വിഭാഗക്കാർ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് കൗൺസിലറുടെ അടുത്ത ദിവസം ആ പരാതി എത്തും. ഹെൽത്ത് വിഭാഗക്കാർ അറ്റൻഡ് ചെയ്താൽ അറ്റൻഡ് ചെയ്തതായിട്ട് എത്തും, അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കൗൺസിലറുടെ അടുത്ത് ആ പരാതി എത്തും. കൗൺസിലർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ അടുത്തും മേയറുടെ അടുത്തും ആ പരാതി എത്തും. ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആളുകൾ ഒരു പരാതി സ്കാൻ ചെയ്തൊരു പരാതി കൊടുത്താൽ ആ പരാതി വിത്തിൻ ഒരു 1-2 ദിവസത്തിനകത്ത് 48 മണിക്കൂറിനകത്തെങ്കിലും ആ പരാതി പരിഹരിച്ചില്ല എങ്കിൽ കൃത്യമായിട്ട് അടുത്ത ലെവലിലേക്ക് പോകും, അടുത്ത ലെവലിൽ നിന്ന് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകും. അങ്ങനെ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാര രീതി ഉണ്ടാകണം. എല്ലാ ഹോട്ടലുകളിലും നിർദ്ദേശങ്ങൾക്കും പരാതികൾക്കുമുള്ള സ്കാനർ വയ്ക്കണം, ഒന്നാമത്തെ ജോലി. രണ്ടാമത്, തട്ടുകടകൾ ഒഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായി പെർമനൻ്റായി കട വച്ചിരിക്കുന്ന മുഴുവൻ കടകളിലും ക്യാമറ ഉണ്ട്. ഇപ്പോൾ ആ ക്യാമറ എല്ലായിടത്തും ഉണ്ട്, CCTV ക്യാമറയുണ്ട്. പക്ഷേ ആ ക്യാമറ അവർ വച്ചിരിക്കുന്നത് അവർക്ക് അവിടെ കള്ളന്മാർ കയറുന്നോ പൈസ കൊടുക്കാതിരിക്കുന്നോ അതിൻ്റെ അനുബന്ധമായി എല്ലാ കടകളിലും കമ്പ്യൂട്ടർ വയ്ക്കണം. ആ കമ്പ്യൂട്ടറിൽ അടുക്കളയിൽ ക്യാമറ വയ്ക്കുകയും അടുക്കള കാണാൻ പറ്റുകയും വേണം. കാരണം ആളുകൾ പണം കൊടുത്താണ് പൈസ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അടുക്കളയിൽ എഴുതി വച്ചിട്ടുണ്ട് നോ അഡ്മിഷൻ എന്നും പ്രൈവറ്റ് പാർട്ടീസിന് കയറാൻ പറ്റില്ല എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. സോറി, എല്ലാ അടുക്കളകളും ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നവർക്ക് കയറി കാണാൻ അവസരം കൊടുത്താൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മേയറും ആലോചിക്കണം, സെക്രട്ടറിയും ആലോചിക്കണം, കൗൺസിലും. ഒന്നാമത്തെ കാര്യം, ഇന്ന് നടക്കുന്ന റെയ്ഡുകളിലുള്ള കടകൾ ഉൾപ്പെടെ തുടർച്ചയായ ഒരു സംവിധാനം, ഒരു പരിശോധന സംവിധാനം കൊണ്ടുവരിക. നമ്പർ 2, ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിങ്ങൾ ഡിസൈൻ ചെയ്യണം. ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിവരങ്ങൾ കൊടുക്കാൻ പറ്റും. എല്ലാ ഹോട്ടലിലും ആ ഹോട്ടലിന് ചുമതലയുള്ള ഒരു റീജിയൻ എടുത്തിട്ട് ആ റീജിയൻ്റെ ചുമതലയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പേര്, ഫോൺ നമ്പറും ഹോട്ടലുകളിൽ പ്രദർശിപ്പിക്കണം. പരാതി കൊടുക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ പേര്, ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് ആ ഹോട്ടലിൽ പ്രദർശിപ്പിക്കണം. 2, ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. ആ ബുക്കിൽ ആളുകൾക്ക് പരാതി എഴുതാനുള്ള കോളമുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരാഴ്ചയിലൊരിക്കൽ പരിശോധന നടക്കണം. ആ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ നടക്കണം. പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കമൻറ്റ് എഴുതാനുള്ള പേജും ഉണ്ടായിരിക്കണം. 3, ഒരു സ്കാനർ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് സ്കാൻ ചെയ്ത് അവരുടെ അഭിപ്രായം അറിയിക്കാം. അത് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് പോകും. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ഫുഡ് ഹെൽത്തിൻ്റെ സേഫ്റ്റിയുള്ള ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്താൽ മനോഹരമായിരിക്കും. ഇനിയും ഇത് സംബന്ധിച്ച് കുറേ ആശയങ്ങളുണ്ട്. അത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ കൗൺസിലർമാർക്കോ മേയർക്കോ ഒക്കെ സെക്രട്ടറിക്കൊക്കെ തരാനും തയ്യാറാണ്. ഞങ്ങൾ ഇത്തരം ഒരുപാട് ആശയങ്ങൾ സമൂഹത്തിൽ വയ്ക്കുന്നവരാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആശയമാണിത്. കൃത്യമായി ഇത് ചെയ്യണം. ഹോട്ടലുകളെ സോഷ്യൽ ഹെൽത്ത് ഓഡിറ്റിന് വിധേയമാക്കിയേ കഴിയൂ.